നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ എന്റെ ഉണ്ടായത്? കൃത്യസമയത്ത് മരുന്നൊന്നും കഴിച്ചില്ലായിരുന്നോ? എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. സമയമെടുത്ത് കാണും. മോളെ ഇവിടുന്ന് വിളിച്ചു വരുത്തിയതായിരിക്കുമല്ലേ? സിസ്റ്റർ വിളിച്ചു. ഞാൻ മാത്രമല്ല ആന്റി, ഗൗതം വന്നിട്ടുണ്ട്. വന്നോ? എന്നിട്ട് എവിടെ? ഗൗതം എവിടെ പോയി? ഗൗതം ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരിക്കാം. ഇപ്പൊ വരും. നിങ്ങള് പിറന്നാൾ ആഘോഷം കഴിഞ്ഞിട്ട് വരുമെന്ന് വിചാരിച്ച് ഞാൻ വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്നതാ. എന്നിട്ട് നിങ്ങൾ വന്നില്ലല്ലോ. എന്താ പറ്റിയത്? ഒന്നും പറയണ്ട ആന്റി. ഒന്നിനു പുറകെ ഒന്നായി. എനിക്ക് എന്നും പ്രശ്നങ്ങളാണല്ലോ. കേസും പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിപ്പോയി. കേസോ? എന്തിന്? എല്ലാം എന്റെ അമ്മായി ചെയ്തതാ. ആ ശിവാനിയുടെ അമ്മ. അവര് ചെയ്ത പണിയായിരുന്നു എല്ലാം. എന്താ ഉണ്ടായത്? ഈ ശിവാനി അവളുടെ അമ്മയും മാറി തിരിഞ്ഞും നിങ്ങളെ കൊടുക്കാനുള്ള പണികൾ നോക്കുകയാണല്ലോ. എന്തായാലും ഇത്തവണ ശിവാനിയാണ് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഞാനിപ്പോ ജയിലിൽ കിടക്കേണ്ടതാ. എന്താ ആന്റി ഇങ്ങനെ ഇരിക്കുന്നതിൽ ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. അല്ല, ഗൗതം ഡോക്ടറെ കാണാൻ പോയിട്ട് എന്താ വൈകുന്നേ? ആന്റി, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്താ? ഗൗതം ഇപ്പൊ വരും. മോനെ അരികിൽ കിട്ടുമ്പോ എല്ലാം മറന്ന് എടുത്തു ചാടി ഒരു രഹസ്യവും ഗൗതമിനോട് പറഞ്ഞു കളയല്ല ആന്റി. പ്ലീസ്, ഇതെന്റെ അപേക്ഷയാണ്. എത്ര നാളെന്ന് കരുതിയ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്? കണ്ടില്ലേ, പലപ്പോഴും അവസാന ശ്വാസം വലിച്ചു തുടങ്ങിക്കഴിഞ്ഞതായിട്ടാ എന്റെ തോന്നല്. മരിക്കും മുമ്പേ എന്റെ കുഞ്ഞിന്റെ വായിന്ന് അമ്മയെന്നൊരു വിളി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവോ? ആന്റിക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. ഗൗതം ഇത് അറിയരുതെന്ന് ഒരു ചിന്തയും എനിക്കില്ല ആന്റി. ഗൗതം അറിയണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. ഗൗതമിന്റെ പെറ്റമ്മ ജീവിച്ചിരിക്കുന്നു എന്നും അത് നിർമ്മലാന്റിയാണെന്നും എനിക്ക് ഗൗതമിനോട് പറയാൻ ഒരവസരം കിട്ടിയാൽ അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതും. പക്ഷെ എന്ത് ചെയ്യാനാ ആന്റി? പാർവതി അമ്മയെ എനിക്കങ്ങനെ കൈവിട്ട് കളയാൻ പറ്റൂ? എങ്ങനെയെങ്കിലും അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം. അതുവരെ ഞാൻ പറയുന്നത് ആന്റി ഒന്ന് കേൾക്കാം പ്ലീസ്. സിസ്റ്റർ, ഡോക്ടർ അകത്തുണ്ടോ? ഡോക്ടർ വാടി പോയിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് വരും. അത് കഴിഞ്ഞ് വരൂ. അല്ലെങ്കിലും നിനക്കെപ്പോഴും പാർവതിയുടെ കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഒരു പ്രശ്നമേ അല്ല. പാർവതിക്കെല്ലാം ഉണ്ട്. സ്വന്തം മക്കളുണ്ട്, ഭർത്താവുണ്ട്, സ്വത്ത്, പണം. അങ്ങനെ എന്തിന്റെ കുറവ് അവൾക്കുള്ളത്? ഈ ദരിദ്രവാസിയെ എനിക്കോ ആകെ ഉള്ളത് എന്നെങ്കിലും ഒരിക്കൽ ഗൗതമിന്റെ വായിന്ന് അമ്മയെന്നൊരു വിളി കേൾക്കാനുള്ള ആഗ്രഹം മാത്രം. നീയും വിചാരിച്ചു കാണും, ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത ഇന്നോ നാളെയോ ആയുസറ്റു പോകേണ്ട ഒരുത്തിക്ക് വേണ്ടി എന്തിനാ കൂടെ നിൽക്കുന്ന പാർവതിയെ വിഷമിപ്പിക്കുന്നതെന്ന്, അല്ലേ? എന്തിനാ ആന്റി എന്നെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്നത്? എന്നെ കുറിച്ച് അങ്ങനെയാണോ ആന്റി കരുതി വെച്ചിരിക്കുന്നത്? ഇപ്പൊ പോലും ഗൗതമനെ ആന്റിയുടെ അരികിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോ അമ്മ എന്തുമാത്രം ടെൻഷനായിന്നറിയോ? ഗൗതമനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ട പണികളൊക്കെ നോക്കുകയും ചെയ്തു. ഞാൻ ഒരു വിധത്തിലാ ഗൗതമനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെന്താ ആന്റി ചിന്തിക്കാത്ത?
സമാധാനപ്പെട്. ഇനി അധികം വെച്ച് നീട്ടില്ല ഞാൻ. എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമാവുന്ന വിധത്തില് ഗൗതമിനോട് ഞാൻ സത്യം തുറന്നു പറയും. പാർവതിയുടെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. പിടിവാശിക്കാരി അവൾ, പ്രത്യേകിച്ച് ഗൗതമന്റെ കാര്യത്തില്. അത്ര പെട്ടെന്നൊന്നും പാർവതിയുടെ മനസ്സ് മാറ്റിയെടുത്ത് ഗൗതമിനോട് സത്യം അറിയിക്കാനുള്ള സമ്മതം വാങ്ങിച്ചെടുക്കാമെന്ന് നീ കരുതണ്ട നിധി. പാർവതിയുടെ അനുവാദം വാങ്ങി ഗൗതമനോട് ഞാൻ ആരാണെന്ന് സത്യം അറിയിക്കുമ്പോഴേക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടാവും. ഇങ്ങനൊന്നും പറയല്ലേ ആന്റി. ദേ, ആന്റിക്ക് ഒരു കുഴപ്പവും വരില്ല. ഇനി ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഗൗതം പോയിരിക്കുന്നത്. ആന്റി നോക്കിക്കോ, എന്റെയും ഗൗതമിന്റെയും മക്കളെ വളർത്താനും അവരുടെ മക്കളെ വളർത്താനും ഉള്ള ഭാഗ്യം ആന്റിക്കുണ്ടാവും.